ഇവാൻ കുട്ടാ, എന്തോ ഓ എനിക്കങ്ങ് നിന്നെ പ്രേമിക്കാൻ തോന്നുന്നു. ഞാൻ പെണ്ണല്ല ആണാ. എന്നാലും എനിക്കങ്ങ് പ്രേമിക്കാൻ തോന്നുന്നു. ഐ വാണ്ട് ടു ലവ് യു. ഓ പ്രേമിക്കാന്ന് വെച്ചാ എന്താ? ഫ്രണ്ട്സ് ആവാനാ? പ്രേമിക്കാന്ന് വെച്ചാ സ്നേഹം. അതെ, എനിക്ക് ഇവാൻ കുട്ടനെ എനിക്ക് ഐ വാണ്ട് ടു കല്യാണം കഴിക്കണം. അയ്യോ കമ്മിറ്റഡ് ആണ്. സോറി, അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പൊ കല്യാണം കഴിക്കണം. ഫുഡല്ലേ കഴിക്കുള്ളൂ, കല്യാണം കഴിക്കില്ലല്ലോ. എന്താ ഫുഡല്ലേ കഴിക്കുള്ളൂ, കല്യാണം കഴിക്കില്ലല്ലോ. കോമഡി? കല്യാണം കഴിക്കണം MG. അതൊന്നും എനിക്ക് പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെ പാടിയപ്പോഴത്തേക്ക് എനിക്കിപ്പോ നിന്നെ കെട്ടാൻ തോന്നുക. ആണും ആണും തമ്മിൽ കല്യാണം കഴിക്കില്ല. പിന്നെന്താ? അതൊന്നും കുഴപ്പമില്ല. ആണും പെണ്ണുങ്ങളും ആണ് കല്യാണം കഴിക്കണം. അവന്റെ കാര്യമാ പറഞ്ഞത്, ആണും പെണ്ണുങ്ങളും. ആണും പെണ്ണുങ്ങളും അത് കുഴപ്പമില്ലടാ. MG അങ്കിളിന് അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ. അത്രക്ക് ഇഷ്ടമാണെങ്കിൽ പെണ്ണുങ്ങളെ പോയി കണ്ടുപിടിക്കുക. മക്കളെ MG ആവത് കാലത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 3-4 ഉണ്ടല്ലോ, ഒരെണ്ണത്തിന് എനിക്ക് ആരെ തരും? ലക്ഷ്മി എടുത്ത ഡേഞ്ചറാ. ഡേഞ്ചറാ. ഇനി എനിക്ക് ലച്ചുവിന്റെ കൂടെ പിടിച്ചിരിക്കാൻ കഴിയില്ല. ഐ വാണ്ട് ടു മാരി യു. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. എനിക്ക് 106 വയസ്സാവട്ടെ. 160 വയസ്സിലോ? മക്കൾക്ക് 160 വയസ്സ്, ഞങ്ങളൊക്കെ 160 വയസ്സിൽ എനിക്ക് 270 വയസ്സാവല്ലോടാ. അപ്പൊ അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സമ്മതിച്ചത്. അതുകൊണ്ടാണോ? അപ്പൊ നമ്മൾ ആരും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് സമ്മതിച്ചത്. ഓ, അവൻ അതീവ ബുദ്ധിമാനാണ്. ബ്രില്യന്റാ. കാലശേഷം കല്യാണം കഴിക്കാം. ചില അവാർഡൊക്കെ കിട്ടുന്നതാണ്. മരിച്ചതിന് ശേഷമേ കൊടുക്കും. മക്കളെ ചക്കരെ എന്ത് സൂപ്പറായിട്ട് പാടി. താങ്ക് യു. അസാധ്യം. താങ്ക് യു. ചരിത്രങ്ങൾ കുറെ ഇഷ്ടമായി കേട്ടോ. താങ്ക് മക്കൾ യു. ഉഗ്രായിട്ട് പാടിയടാ. ലവ് യു. ലവ് യു ടു. താങ്ക് യു ചക്കരെ. ലവ് യു മുത്തേ, ലവ് യു. ലവ് യു ടു. ആ പാട്ട് കേട്ടില്ലേ? ആ പാട്ട് ഓർമ്മ വന്നു എനിക്ക് പെട്ടെന്ന്. മോന്റെ പാട്ട് കേട്ടപ്പോ സാറ് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, ശരിക്കും പാട്ട് കേട്ട ഇഷ്ടായി പോവും ആർക്കും. കണ്ടോ, ഇപ്പൊ തന്നെ ഇഷ്ടമായി. ആ എനിക്കും ഇഷ്ടായി. പക്ഷെ സാർ ആദ്യം ചോദിച്ചു പോയില്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ കൊറേ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ പിന്നെ ഞാൻ ഒരാളെയും കൂടി തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാരാ? ഇനിയുണ്ടോ? ആരായിരുന്നു? ഓർമ്മയില്ല, പേരൊന്നും ഓർമ്മയില്ല. കൊറേ താരയുണ്ട്, പുതിയ സ്കൂൾ ഒരാളുണ്ട്. ഈ ഷോ കാണുന്ന കൊറേ ആൾക്കാരുണ്ട് അല്ലേ? കൊറേ കുട്ടികൾ വേറെ ഉണ്ടാവും, ഗേൾ ഫ്രണ്ട്സ്, ഫാൻസ്. എന്തൊരു ചക്കരയാടാ നീ. എന്ത് രസം, വർത്താനം കേൾക്കാനും ഭയങ്കര രസാണ്, പാട്ട് കേൾക്കാനും ഭയങ്കര രസാണ്, കാണാനും അടിപൊളിയാണ്. ഒരു ഓൾറൗണ്ടർ ആണ് അല്ലേ? നല്ല രസമായിരുന്നു പാട്ട്. ഒരു ഉൾപ്പുളക്കം. അല്ല, ഞാന് പറഞ്ഞപ്പോ അവനൊരു ഉൾപ്പുളകം ഇല്ല. മൃദുല പറഞ്ഞപ്പോ ഒരു ഉൾപ്പുളകം. അതെന്തോ അത്? അതാണ്. അതുകൊണ്ടല്ലേ ഞാൻ കേളുകൾ തപ്പി കണ്ടുപിടിക്കണേ. ഇപ്പൊ ബോയ്സ് 1 ആയിട്ടുള്ളൂ. ബോയ്സിനെ ഇത്തിരി പാടാ കിട്ടണമെങ്കിൽ. ഇവനെന്താടാ കുട്ടിച്ചാത്തനാണോ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പാട്ടൊക്കെ, ഭയങ്കര രസമുണ്ടായിരുന്നു. കറുകുറത്തൊരു പെണ്ണാണ്, നല്ല ക്യൂട്ടായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മക്കളെ, എന്തോ നീ നന്നായിട്ട് പാടിയോണ്ടാ നിന്നെ കെട്ടണം എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാത്രമല്ല, ഇത് ശ്യാം സാറിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഗാനം മുല്ലനേഴിയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഓർക്കസ്ട്രേഷനും എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. പാട്ടും ഇഷ്ടമാണ്, പാടിയ മോനെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്.